ചേച്ചി പരമതിയില്ല. നീ എന്നെ കേൾക്കപ്പെടുന്ന എനിക്കറിയാം. പല കാരണങ്ങളുണ്ട് ഉണ്ടെന്ന് പറയുമല്ലാണ്ട് ഇതുവരെയായിട്ടും അത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ കുറച്ച് അപ്സെറ്റ് ആയിരിക്കാം. മകളെ ഇന്നെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചു. എപ്പോഴും ദേഷ്യപ്പെടുമ്പോഴോ സങ്കടത്തിലോ ഒരു വാർത്തകൾ സംസാരിക്കാൻ പാടില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ണുകൊണ്ട് കണ്ടുപോയി. ഞാൻ അത് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, അങ്ങനൊക്കെ ഉണ്ടോന്ന് നെറ്റിപ്പോയി. ഞാൻ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല അതുവരെ. ഞാൻ വിചാരിച്ചത് കുടുംബം, ഫാമിലി, കുട്ടികൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഒരു കാഴ്ച ഞാൻ കണ്ട ശേഷം ഒന്നുമില്ല, ഇനി ഇഴക്കാൻ ഒന്നുമില്ല എനിക്ക്. അന്ന് ഞാൻ തളർന്നു പോയിട്ടാണ്. എത്ര വലിയ ബലശാലിയായാലും ചില തരണം അവന്റെ അടിസ്ഥാനം, അവൻ മനസ്സിലിരിക്കുന്ന അടിസ്ഥാനം വളർന്നത്, അവൻ ജീവൻ മുഴുവൻ വിശ്വസിച്ചത്, അവനുடைய വളർച്ച എല്ലാം തകർന്നു സെക്കൻഡിലെന്ന് അറിയുമ്പോൾ ഫ്രീ സൈഡുമാണ്. അല്ലെങ്കിൽ அந்த 3 പേര് എസ്കേപ്പ് ആവില്ല. 2 പേരല്ല 3 പേര്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോയി വീട്ടിൽ പോയി ആലോചിച്ചിട്ടുണ്ട്, കറക്റ്റ് കിട്ടും. നീ എന്ത് കൊടുക്കില്ല, ദൈവം തീർച്ചയായിട്ടും കൊടുക്കും. എത്ര കാലം ഇത് ഇത്ര കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരു കാരണം? മകൻ ഇതേ എനിക്ക് ആൺകുട്ടിയാണെങ്കിൽ തുറന്ന് എല്ലാം പിക്ചറോടെ പോട്ടെങ്ങനെ പെൺകുട്ടിയായിപ്പോയി. അവളുടെ ഭാവി ഇനി വരുന്ന, അവള് ഒരു നല്ല ഒരു സെക്കൻഡ് കെട്ടി വരണം, നല്ല ലൈഫ് വരണം. ഇതൊന്നും എന്റെ പാസ്റ്റ് അവളെ வந்து பாதிக்கக்கூடாது. பெண்குட்டியா அது ஒரு நடனாயிட்டோ இல்லை ஒரு என்ன வேணிக்கலாம். அவളുടെ മുമ്പ് ഞാൻ വരുന്നു, എന്താ പറയാ, സാധാരണ ഒരു അച്ഛനാണ്. அந்த ഡ്യൂട്ടി പോലും എന്റെ കയ്യിലിരുന്ന് പിരിച്ചിട്ട് ബിസിനസ്സിനെ പോയിട്ടിരിക്കും. ശരി, നോക്കാം, നടക്കും. ജീവനെ തരല്ലേ അതേ എനിക്ക് തിരിച്ച് കേൾക്കാൻ முடியும். கேட்கிறேன் தேர்த்து. நம்ம படம் நான் தான் சொன்னேன், இந்த டிசம்பர் 19 என் பிறந்த நாளில் உங்கள் எல்லாருக்கிட்டையும் சொன்னேன். എൻ്റെ ഒരു ട്രൈയാണ് ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. കഥയും നല്ല ഒരു കഥ തോന്നുന്നു, നല്ല കഥയാണ്. പക്ഷെ മേക്കിങ്ങിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സീരിയസ്ലി ഞാൻ പറയാം, മേക്കിങ്ങിൽ ഒരു സ്റ്റേറ്റുക്കും, അതായത് കേരള ആകട്ടും, തമിഴാകട്ടും, തെലുങ്കാകട്ടും, അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. എല്ലാവർക്കും ഒരു പാറ്റേൺ ഉണ്ട്. ലവ് സിനിമ ഇല്ലാമ തെലുങ്ക് സിനിമ ഇല്ല. ലവ് പാട്ട് ഇല്ലാമ ഒരു പടം ഇല്ല തെലുങ്കില്. തമിഴിൽ അങ്ങനെയായിരുന്നു, ഇപ്പൊ മാറി വന്നു. മലയാളത്തിൽ സ്ക്രിപ്റ്റാണ് ഇമ്പോർട്ടന്റ്. ചില പടങ്ങളിൽ നായികയെ ഇല്ല. ഇപ്പൊ അയ്യപ്പനും കോശിയിലും നോക്കിയാൽ 2 ക്യാരക്ടർ, എന്തൊരു ഭംഗിയാ പടം. തൊണ്ടി മുതലും ദൃസാക്ഷി എങ്ക ഹീറോയിൻസ്, അതെല്ലാം ഉദാഹരണത്തിന് പറഞ്ഞത് കേട്ടോ. മേക്കിംഗിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കണം. ഇങ്ങനെയും പടം ചെയ്യാമെന്നുള്ളത് എങ്ങനെയെങ്കിലും കാണിക്കണം. ഇതൊരു ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തു, എന്താണ് ഇതിന്റെ ടെക്നോളജി. അതുകൊണ്ടാണ് നിങ്ങൾ ആരെയും ഞാൻ ക്ഷണിക്കാത്തത്. നിങ്ങൾ എന്താ നിങ്ങൾ അല്ലേ, ഓ ഇങ്ങനെയാണെന്ന് പറയാം. കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റി ടെക്നോളജിയെ വേറെ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്ന അതിന്റെ ഔട്ട്പുട്ട്. പക്ഷെ ഞാൻ എങ്ങനെ എടുത്തു നിങ്ങൾക്ക് മനസ്സിലാവില്ല. മകളുടെ ഭാവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതായത്
പാരന്റിങ്ങില് എന്തെങ്കിലും പ്രശ്നം മകള് തിരിച്ചറിയാന്ന് വെച്ചിട്ടാണോ അതോ സമൂഹം എങ്ങനെ ചിന്തിച്ചിട്ട്? പാരന്റിങ്ങിന് யாரு பேரண்ட்? ഞാനല്ല പേരന്റ്. அந்த அடிஸ்தானமே போயிല്ലേ. நான் கேட்கிற ஒரே கேள்வி, ஒரு மகள் அച്ഛനെ സ്നേഹിക്കുമ്പോ അച്ഛൻ മകളെ സ്നേഹിക്കുമ്പോ ഇതിനിടയ്ക്ക് ആരാ ഉള്ളത്? யார் இருந்தாலும் அது சாத்தான் தானே. ஒரு மகளையும் அച്ഛனையும் உண்மையான ஸ்நேகத்தை பிரிக்கின்றவன் யாரா இருந்தாலும் அது சாத்தான் தானே. யார் ரைட் சொல்றது? நியமம் இல்ல, நல்லா புரிஞ்சுக்கோ. நியமம் பாலிடிக்ஸ் எந்த நல்ல മനസ്സിലാക്കിക്കോ. നിയമം നല്ലവനുക്ക് ഇല്ല, കെട്ടവൻ രക്ഷപ്പെട വേണ്ടിയ. അത് കഴിഞ്ഞിട്ടാണ് നല്ലവൻ. അത് അനുഭവമേ പറഞ്ഞതല്ലോ. பாலிடிக்ஸ்ல என்ன, பாவங்கள் இருக்கிறவரை எலெக்ஷன் நடக்கும். எல்லாரும் டாடா குருல ஆயிட்டீங்கன்னா இப்போ எலெக்ஷன்ல ஓட்டு போடுவீங்களா? ஒரு எலெக்ஷன் நடக்கிற போது பாவம் வந்து ஆதரிக்கணும். ஐயோ இந்த தலைவர் வந்துட்டா என் ஜீவிதம் இங்க ஆயிடும். அப்ப அவன் என்ன பண்ணுவான்? அந்த பாவத்தை அதே ரேஞ்சிலே வச்சுட்டு இருப்பான். நான் என்ன பண்றேன்? நீயும் வளர்ந்து வாழ்ந்த என்ன கேட்கிறேன்? ബാലചേട്ടന്റെയും മകളുടെയും കേസില് നിയമത്തിന് ഏത് രീതിയിലാണ് കാണുന്നത്? എൻ മനസാക്ഷിനുള്ള കോടതിയിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. എങ്ങനെ? എൻ മനസാക്ഷിനുള്ള കോടതിയിൽ ഞാൻ ജയിച്ചിരിക്കുന്നു ഇന്നേ വരെ. അതിൽ ജഡ്ജ് ഒരേ ഒരാളുടെ ദൈവം. നിയമപരമായിട്ട് ഒരു സ്റ്റേജിൽ വിട്ടുകൊടുക്കേണ്ടി വന്നു, അല്ലാണ്ട് ഞാൻ നിയമപരമായിട്ട് ഞാൻ തോറ്റിട്ടില്ല. ശരി, പോട്ടെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. പിന്നെ പാപ്പു ലാസ്റ്റ് എൻ്റെ അടുത്ത് ഒരു സത്യം ചോദിച്ചു. അപ്പ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കില്ലെന്ന് ചോദിച്ചു. അതിനിടെ ഞാൻ പറഞ്ഞു എനിക്കൊരു വാക്ക് തരുമെന്ന് ചോദിച്ചു. അത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലറിക്കട്ടെ. ജീവിതം മുഴുവൻ വാക്ക് കൊടുത്തു പോയി പാപ്പു. അപ്പോ നേരത്തെ കാണാൻ പാടില്ലാത്ത സംഭവങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. ശരി, പ്ലാനിങ് നടക്കട്ടെ. നല്ലൊരു ദൈവം നോക്കാം, ദൈവത്തോടെ പ്ലാൻ ഉണ്ടാകും നോക്കാം. പക്ഷെ നിങ്ങളുടെ മീഡിയ റിക്വസ്റ്റ് ചെയ്യുന്നു, കണ്ണു മുമ്പേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, അറിഞ്ഞിട്ടും വായടിച്ചിരിക്കുന്ന മീഡിയ അല്ല. മീഡിയ വേറെയാണ്. ചോദിക്കണം, ന്യായങ്ങൾ ചോദിക്കണം. അതേപോലെ ചിലപ്പോൾ വാല തെറ്റ് ചെയ്താലും ചൂണ്ടിക്കാണിക്കണം. தப்பு பண்றவன் தான் மனுஷன், தப்பே பண்ணலன்னா கடவுள் ஆயிடுது இல்லையா? நெக்ஸ்ட் ഗോപി സുന്ദറിനെ പറ്റി സെല്ലിമംസിന്റെ ഇന്റർവ്യൂവിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്റെ പേര് ഒരു രാത്രി ഒരു 12 മണിയായാലും 2 മണിയായാലും എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാം കേട്ടോ. നീ ഗോപി സുന്ദർ വീട്ടിൽ പോവുകയാ? പോവാൻ ധൈര്യമുണ്ടോ? സാറ് വേറെ ലോകത്തിൽ இருக்காரு. யாரு? கோபி சார். அவர் செய்ததோட வித் எவிடன்ஸ் என்ற கையில் ഉണ്ട്. ശരിക്കും ഞാൻ ഗോപി സുന്ദരെ വിളിച്ചിരുന്നു ഫോണിൽ. വളരെ ഭംഗിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു പണ്ട്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നടക്കും ഞാൻ അറിഞ്ഞാൽ I will not wait for the police. Definitely എനിക്ക് ഒരു മകളുണ്ട്. ഒന്നും വേണ്ടാണെങ്കിൽ എല്ലാവരുടെ പറയാൻ. ബാല പറയുന്നത് നിങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. ചുമ്മാ പോയി ചോദിച്ചു നോക്കൂ. 2 മണിക്ക് വീഡിയോ തന്നെ ചുമ്മാ ചോദിച്ചു നോക്ക്. നിങ്ങൾ എല്ലാവരും ഇതിൽ தெரியுமா കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എവിടെ ഉണ്ടെന്ന് വെച്ചാല് അമൃതാവ് വെച്ചു അതുകൊണ്ട് ബാലായി ഇല്ല. പ്രൊഫഷണൽ ചോദിച്ചോ? യെസ് ചതിച്ചു. ലൈഫിൽ ചോദിച്ചോ? യെസ് ചതിച്ചു. അതിനു വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു തെറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ് അവൻ. എന്റെ മലയാളം മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാവരും ജനിക്കുന്നുണ്ട്. നമുക്കുള്ളിലും ദൈവർക്കും സാത്താനും ഇരിക്കും. ദൈവത്തോടും അധികമാക്കുന്നത് നമ്മുടെ വളർച്ച. എങ്ങനെ വളർന്നു? അപ്പനമ്മ എന്താ നമുക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഇത് സാത്താനേ വളർന്നിട്ട്
സിമ്പിളാ சொல்லிட்டேனே. ஏன்னா மீடியால நான் സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഒരു മകൻ, പക്ഷെ എന്റെ താഴെ 1500 സ്റ്റുഡൻസ് இருக்காங்க. நான் കാണിച്ചു തരാം. കല്ലമല്ല പറയുന്നത്, ചെറിയ കുട്ടികൾ. സിമ്പിളാ ഒരു വാർത്ത ഞാൻ ചൊല്ലിട്ട് നിങ്ങൾ എല്ലാവരും അതിന്റെ അർത്ഥം മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എനിക്കറിയാം. എപ്പി ഗ്രൂപ്പ് പുറത്തേക്കോ ദയവേത് മനസ്സിലാക്കുക. അതിന് ഏതെങ്കിലും ഒരു കുട്ടി ഇരയായ ശേഷം മൈക്കും ക്യാമറയും പിടിച്ചിട്ട് എന്റെ അടുത്ത് വരണ്ട. ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഇരയായ ശേഷം എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ പാടില്ല. നിർത്തിക്കോളും പറഞ്ഞിട്ടുണ്ട്. നിർത്തി ഞാൻ അറിഞ്ഞത് നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇടപെടും.